ജോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ് ഹാസ് ടു ബി ഹാപ്പനിങ് ഇൻ എ ജിം. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി നമ്മളൊരു സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് തന്നെ ലോവർ ബോഡിയുടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അപ്പർ ബോഡിയുടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ലൈഫ് ടൈം നമ്മൾ കുറേ കാര്യങ്ങളിൽ നിന്ന് സേവ് ആയിട്ടിരിക്കും. ആക്ച്വലി അധികം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല. ബാക്കി ജിമ്മിൻ്റെ അകത്ത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിനെ കോംപ്ലക്സ് ആക്കുന്നതാണ്. ബട്ട് ടു മെയിൻറ്റെയിൻ യുവർ ജനറൽ വെൽബീങ് ആൻഡ് ഹെൽത്ത് ഇസ് ആർ വെരി സിമ്പിൾ തിങ്സ് ദാറ്റ് ഹാസ് ടു ബി ഡൺ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അതിലേക്ക് പോവാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ 2 പോയിന്റ്സ് നിങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്തു. നമ്മൾക്ക് 2 കാര്യങ്ങളാണ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നതിൽ ഉള്ളത്. ഒന്ന്, നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് പെയിൻ ആൻഡ് ഫാറ്റീഗ് ഇല്ലാതെ ഫിനിഷ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി. ആൻഡ് ദി അതർ തിങ് ഈസ് to expend calories that we consume. Okay, the ability to expend the calories that we consume. എങ്ങനെയാണ് കാലോറീസ് നമ്മൾ എക്സ്പെൻഡ് ചെയ്യുന്നത്? ത്രൂ ആക്ടിവിറ്റീസ്. വാട്ട് സോർട്ട് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ നടക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഉള്ള ആക്ടിവിറ്റി ചിലപ്പോൾ വളരെ പേരുണ്ട്. ഇപ്പോൾ ഒരു 2000 കാലോറീസ് ആണ് നിങ്ങളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കണക്കാക്കി. ബേസൽ മെറ്റബോളിക് റേറ്റ് മീൻസ് ദി എമൗണ്ട് ഓഫ് കാലോറീസ് ദാറ്റ് യുവർ ബോഡി ബേൺസ് വൈൽ യു ആർ അറ്റ് റെസ്റ്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറേ പേർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി ബേൺ ചെയ്യാൻ സാധ്യതകളൊക്കെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ മസിൽ പെർസെന്റേജ് ദാറ്റ് യു ഹാവ്. നിങ്ങളുടെ ബോഡിയിലുള്ള മസിൽ, ഫാറ്റ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ആക്ടിവിറ്റി ലെവൽ. ആക്ടിവിറ്റി ലെവലിന് നിങ്ങൾക്ക് ഒരു സ്കോർ ഉണ്ടെങ്കിൽ മേ ബി ഒരു ഹയർ ആക്ടിവിറ്റി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ ആൾക്കൊരു 2 കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഒരു 5 days ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് സ്കോർ 2 ആണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി യുവർ സ്കോർ? ഒന്ന് ഡിഫൈൻ, ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മളെ 0.51. ഓക്കെ, അപ്പോ എവിടെ ആയിരിക്കും നിങ്ങളുടെ ആക്ടിവിറ്റി? 5 days എനിബഡി ഇൻ 2. ഇപ്പോ ജിമ്മിൽ തന്നെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ 1-2 പേരാണുള്ളൂ. കറന്റ്ലി പോകുന്നതായിട്ട് ആരുമില്ല. അപ്പൊ നമ്മൾ 2 കൺസിഡർ ചെയ്ത കാര്യമേ ഇല്ല. അപ്പോ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഇസ് കമ്മിങ് ഫ്രം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള മസിൽ ടിഷ്യൂ, നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫാറ്റ്, പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ലെവൽ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മൾ അനങ്ങാതിരുന്നാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാലറീസ്. ഇയർലി 2200, 1700 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാറ്റ. നമ്മുടെ ബോഡി കോമ്പോസിഷൻ ചെക്ക് ചെയ്യാനുള്ള ഡിവൈസ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോ ഇതിനെ റേസ് ചെയ്യാതെ, നിങ്ങൾ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൂട്ടാതെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാലറീസ് മിക്കവാറും ഒരു 3500, 4000 ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ ജനറൽ, നമ്മളുടെ ഒരു കേരള സ്റ്റൈൽ ഓഫ് ഈറ്റിംഗിലൊക്കെ വരുന്ന ഒരു കാലറി അത്രയൊക്കെ കാണും. അപ്പൊ കാരണം നമ്മൾ കണ്ടവനെ കാർബോഹൈഡ്രേറ്റ്സ് എപ്പോഴും കഴിക്കും. പ്രോട്ടീന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. നമ്മൾ അതൊന്നും അങ്ങനെ ശീലിച്ചിട്ടേ ഇല്ല. നമ്മളുടെ ജനറലി നമ്മൾ റൈസ് കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൈമറി ഇതിലേക്കാണ് നമ്മളുടെ എല്ലാം ബയസ്ഡ് ദാറ്റ് വേ. അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിനെ പറ്റി തന്നെ കൂടുതൽ അവെയർ ആകുമ്പോൾ അതിന് വേണ്ടുന്ന ന്യൂട്രീഷൻ എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വർക്ക് ട്രെയിൻ ടു റിക്കവർ, ആ ഒരു റിക്കവറി പ്രോസസ്സിലൊക്കെ നമുക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ എന്താണ് ബോഡി റിക്കവറിക്ക് പോകുമ്പോൾ സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്ത് കഴിയാൻ നേരത്തെ നമ്മൾക്ക് അതിനെപ്പറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫുഡ് ചൂസ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ഇഫ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പം റിക്കവറി കിട്ടും, ബോഡി എനിക്ക് സ്ട്രെങ്ത് കൂടുന്നുണ്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ. ചില ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ടാവും, പെയിൻ കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോ ഇതൊക്കെ ചൂസ് ചെയ്യാനും എല്ലാം ഉള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബോഡിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തിങ് ടു ഡു ഇസ് സ്റ്റാർട്ട് മൂവിങ്. ഇപ്പൊ നമ്മൾക്കുള്ള റെഗുലർ മൂവ്മെന്റിനേക്കാളും കുറച്ചുകൂടെ മൂവ്മെന്റ് ആൻഡ് മസിൽ സ്പെസിഫിക് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ടാർഗറ്റ് ഓറിയന്റഡ് 20 minutes or 30 minutes this many activities I will do, okay, to spend. And നമ്മൾ നോക്കാം, ഇപ്പൊ 10 പുഷപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 80 kg ഉള്ള ആള് 10 പുഷപ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര കാലറി ബേൺ ആവുന്നത് ചുമ്മാ ഗൂഗിളൊക്കെ അറിയാൻ പറ്റും. സോ യു ക്യാൻ now get a calculation of how much calories you will spend by doing this many squats at home. അപ്പൊ എന്നിട്ട് നിങ്ങൾ നോക്കാം, ഞാനിപ്പോ ഇന്ന് ഞാൻ ഇത്ര റൈസ് കഴിച്ചു, അതിന്റെ ഒപ്പം കഴിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ടോട്ടൽ കാലറി കൗണ്ട്. Then you can also see by activity level how much calories you spend.
അപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ബാലൻസിൽ നമ്മളുടെ ബോഡിനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ യു കീപ് സ്റ്റോറിങ് കാലറീസ്. ഞാൻ പറഞ്ഞു നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് 4000, 3500, 4000 കാലറീസും then your spending is 1800, 2000 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് you are storing about 1500 calories per day. Okay, അപ്പോൾ അതില് 9 calories per 1 gram of fat എന്ന് പറയുന്ന വിധത്തിലാണ് 9 calories per 1 gram of fat. 1 gram of fat ന്റെ yield എന്ന് പറഞ്ഞാൽ 9 calories ആണ്. 1500 calories ന് എത്ര gram of fat നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആവും ഡെയിലി, റൈറ്റ്? ആൻഡ് നമ്മുടെ ബോഡിയിൽ ഇനഫ് മെറ്റബോളിക്കലി ആക്റ്റീവ് ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ബേൺ ചെയ്ത് കളയാനുള്ള ചാൻസസ് പിന്നെ കുറയും. ഫാറ്റ് കൂടുതൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മളുടെ ആ പോയിന്റിലേക്ക് വരാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇനി ഈ വിധത്തിൽ ചിന്തിക്കാം. നമ്മുടെ ഫിറ്റ്നസിന്റെ മേജർ കമ്പോണൻസ് ചെറുതായിട്ട് ഓർക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഒന്നുമില്ല. നിങ്ങൾ ആരും എന്തായാലും 10 പുഷപ്പോ സ്ക്വാട്ടൊക്കെ ഒന്ന് എനിക്കിവിടെ വിളിച്ച് ചെയ്യിപ്പിച്ചാലും ചെയ്യാനായിട്ട് ആരും റെഡി ആവുമെന്ന് തോന്നല്ല. ഇറ്റ്സ് ലൈക്ക് വിൽ ബി ടു പെയിൻഫുൾ ഫോർ യു ടു ഗോ ഫോർ ദിസ് സച്ച് അഡ്വെഞ്ചർ. അപ്പൊ നമുക്ക് എന്തായാലും പോയിന്റ്സ് വന്നിട്ട് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് വിൽ ഗോ ആൻഡ് ചെക്ക് ദ ബോഡി കമ്പോസിഷൻ, റൈറ്റ്? അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ബോഡിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ട്. ഇത് പെട്ടെന്ന് പറഞ്ഞോ, ഫിറ്റ്നസിന് നമ്മൾ ഇങ്ങനെ കമ്പോണൻസ് ആയിട്ട് ആണ് എപ്പോഴും പറയുന്നത്. ഇതിൽ മസ്കുലർ സ്ട്രെങ്ത്, മാക്സിമൽ ഫോഴ്സ് ഇൻ മസിൽ ഓർ മസിൽ ഗ്രൂപ്പ് കാൻ എക്സെപ്റ്റ് ഡ്യൂറിംഗ് എ കോൺട്രാക്ഷൻ. അതായത് നമ്മൾക്ക് ഒരു ഇപ്പൊ നമ്മളോട് താഴ്ന്ന ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യണം. അത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഹെവിയർ ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മാക്സിമം ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്താലാണ് അത് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ പറ്റില്ല. അതിനേക്കാൾ കൂടുതലുള്ള ഹെവിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തോരം മാക്സിമം ബലം ഒരു പർട്ടിക്കുലർ മസിൽ ഉണ്ട്. കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൈയുടെ കാര്യം, നമ്മളിപ്പോൾ ഒരാളെ എടുത്തിട്ട് താഴെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിന്റെ മസിൽ അല്ല, അത് മാക്സിമം ഫോഴ്സ് നമ്മൾക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ് ആണ് നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത്. ഓക്കെ, ഇപ്പൊ ഒരാള് ആം റെസ്ലിംഗിന് യൂസ് ചെയ്യുന്ന അയാളുടെ മാക്സിമം ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അഗൈൻസ്റ്റ് ഹിസ് ഓപ്പണന്റ്, റൈറ്റ്? പക്ഷെ ആ ആൾക്ക് തന്നെ ചിലപ്പോ he can maybe beat someone but he cannot hold it for long time. That is muscular endurance. അപ്പൊ എത്ര നേരം അങ്ങനെ ചിലർ കണ്ടിട്ടുണ്ടാവും, കുറച്ചുകൂടി അത്രയും സൈസ് ഒന്നും ഇല്ലാത്ത ആള് കുറെ നേരം പിടിച്ചു നിന്നിട്ട് ഇയാളെ തോപ്പിക്കുന്ന കണ്ടിട്ടുണ്ടാവും, റൈറ്റ്? അപ്പൊ മറ്റാൾക്ക് എൻഡ്യൂറൻസ് കൂടുതലായിരിക്കും. സോ യു ക്യാൻ ഹോൾഡ് ഇറ്റ് ഫോർ ലോങ് ടൈം. മറ്റാളുടെ സ്ട്രെങ്ത് കഴിഞ്ഞു, സോ യു ക്യാൻ ഓവർകം ഹിസ് സ്ട്രെങ്ത് വിത്ത് ദ എൻഡ്യൂറൻസ്. അപ്പൊ നമ്മൾക്ക് സ്ട്രെങ്ത് ഒരു കമ്പോണന്റ് ആണ്, എൻഡ്യൂറൻസ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്ര നേരത്തേക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മസിലിന്റെ എൻഡ്യൂറൻസ്. ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത് നമ്മളുടെ ഈ ലംബാർ റീജിയനിലുള്ള ഇവിടെയുള്ള സ്പൈനൽ കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഒക്കെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇതിന്റെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമ്മുടെ ഇരിപ്പ് ആദ്യം തന്നെ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ആദ്യം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും, പക്ഷെ അപ്പൊ അതിന്റെ എൻഡ്യൂറൻസ് പോയി, കുറെ സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത്. അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇതിപ്പോ നമ്മളൊരു മാരത്തോൺ റണ്ണറെ ഒരു സ്പ്രിന്ററിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, സ്പ്രിന്റർ ഇസ് ഹെവിയർ ആൻഡ് ബൾക്കിയർ ദാൻ ദ മാരത്തോൺ. മാരത്തോൺകാരന് കൂടുതൽ ഡിസ്റ്റൻസ് ഓടണം. ഹി റൺസ് അബൌട്ട് 2 hours something, 2 hours plus 3 hours. Sprinter sports is like 10 minutes to 20 minutes, like 100 meters, 200 meters, right? അത്രയല്ലേ സ്പ്രിന്ററുടെ സ്പോർട്സിന്റെ ഡ്യൂറേഷൻ ഉള്ളൂ. അപ്പോൾ ഈ മാക്സിമം ഫോഴ്സ് ഷോർട്ട് ഡ്യൂറേഷൻ കൊണ്ട് എക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇവന്റിലുള്ള ആൾക്കാർ കുറച്ചുകൂടി ഹ്യൂജ് ആയിരിക്കും. അതേസമയം ലോങ് ഡ്യൂറേഷനിലേക്ക് സ്വന്തം മസിലിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ലീനർ ആയിട്ട് ഇരിക്കുന്ന നമ്മൾ കാണും. അതായത് ബോഡിയിൽ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. നമ്മൾ എൻഡ്യൂറൻസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണതും സ്ട്രെങ്ത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണതും. അപ്പൊ ഇതിനെ രണ്ടിനെയും ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്ക് സ്ട്രെങ്ത്തും വേണം, എൻഡ്യൂറൻസും വേണം. നമുക്ക് മാരത്തോൺ റണ്ണർ മാത്രമായിട്ട് ഇരിക്കാൻ പറ്റൂല, സ്പ്രിന്റർ ആയിട്ട് ഇരിക്കാൻ പറ്റൂല. ഇതിന്റെ ഇടയ്ക്കുള്ള ആളായിട്ടാണ് നമ്മൾക്ക് ലൈഫിൽ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വർക്കൗട്ട് പ്ലാനിൽ ഇത് ഇൻവോൾവ് ചെയ്യണം. ഇപ്പോഴും സ്ട്രെങ്ത്തിന് വേണ്ടി ചെയ്യണം, എൻഡ്യൂറൻസിന് വേണ്ടി ചെയ്യണം. ഇപ്പൊ നമ്മളോട് കേരള ഗവൺമെന്റ് സുംബ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സുംബ ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ സം സോർട്ട് ഓഫ് സ്ട്രെങ്തിന്, കുറച്ച് ബോഡി മൂവ്മെന്റ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്. അത് അരമണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഹാർട്ടിന് നല്ല ട്രെയിനിങ് ഉണ്ട്. ബട്ട് നോ ഡയറക്റ്റ് സ്ട്രെങ്ത് കമ്പോണന്റ് ഇൻ സുംബ. അതിൽ കുറെ ഫ്ലെക്സിബിലിറ്റി, മൂവ്മെന്റ് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതാണ് അടുത്ത കമ്പോണന്റ്, കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്.
അപ്പോൾ മാക്സിമൽ എബിലിറ്റി ഓഫ് ഹാർട്ട്, ബ്ലഡ് വെസൽസ് ആൻഡ് ലങ്സ് ടു സപ്ലൈ ഓക്സിജൻ ടു ദ വർക്കിംഗ് മസിൽസ്. അപ്പോൾ നമ്മൾ മസിൽസ് വർക്ക് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മൾ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോവർ ബോഡിയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാല് ബേൺ ഔട്ട് ഫീലിംഗ് വരും, ടയർഡാവും, ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് റേറ്റ് കൂടും. ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മളുടെ മസിലിലേക്കുള്ള ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആയി, കൂടുതൽ വർക്കിംഗ് മസിൽ ലെഗ്സ് ആണ്. അപ്പോൾ ലെഗ്സിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യാനുള്ള ഹാർട്ടിന്റെ ശ്രമമാണ്. ഇനി ഇത് എങ്ങനെയാണ് നടക്കണം? ഓക്സിജൻ ഹാർട്ടിൽ, അപ്പോൾ ലങ്സിന്റെ കപ്പാസിറ്റി കൂടിയാണ്. ബ്ലഡിനെ ഓക്സിജനേറ്റ് ചെയ്യാനുള്ള ലങ്സിന്റെ കപ്പാസിറ്റി. ലങ്സ് സഫീഷ്യന്റ് ഓക്സിജനെ അക്സെപ്റ്റ് ചെയ്ത് ബ്ലഡിലേക്ക് കൊടുത്തിട്ട് ബ്ലഡ് നമ്മുടെ വർക്കിംഗ് മസിൽസിലേക്ക് സപ്ലൈ ചെയ്യുന്നു, നമ്മൾ നടക്കുന്നു. പക്ഷെ ഇത് എപ്പോഴും പോസിബിൾ ആണ്. നമ്മുടെ ഹാർട്ട് അതിന് ട്രെയിൻഡ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ വല്ലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട്, ഇനി ആ റീജിയനിലുള്ളവർ അതിനൊക്കെ ഓക്കെ ആയിരിക്കും. ഇവിടെ എറണാകുളംകാരൻ പോയിട്ട് ഇടുക്കിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് എപ്പോഴും. സെയിം തിങ്. അപ്പോൾ അത് കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ആണ്. ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസ് ആൻഡ് ലങ്സ്, ഇതിന്റെ എല്ലാത്തിലും ഹാർട്ടിന്റെ പമ്പിങ് കപ്പാസിറ്റി, ലങ്സിന് ഓക്സിജനേറ്റ് ചെയ്യാനുള്ള ലങ്സിന്റെ കപ്പാസിറ്റി. ഇപ്പൊ നമ്മുടെ ലങ്സിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്ര ഉണ്ടാവും. ദാറ്റ് ഇസ് ദ സൈസ് ഓഫ്, അതിലെ ഏറ്റവും സ്മോളർ യൂണിറ്റ് ആയിട്ടുള്ള സെൽ ലെവലിലേക്ക് നമ്മൾ ചെയ്തിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്രയും സൈസുള്ള ഈ ലങ്സിന്റെ എത്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അതായത് നമ്മൾക്ക് വെന്റിലേഷൻ, നമ്മൾ എക്സസൈസ് ടൈമിൽ നമ്മൾക്ക് നമ്മുടെ ബ്രീതിങ് വോളിയം വുഡ് ഗോ അപ് ടു 30 liters പെർ മിനിറ്റ്. നമ്മൾ നോർമലി അത് 5 liters ഉണ്ടാവുള്ളൂ ഓഫ് എയർ, എക്സൈൽ ആൻഡ് ഇൻഹേൽ. സെയിം നമ്മുടെ ഹാർട്ട്, ഇറ്റ് കുഡ്, നമ്മളെ നോർമൽ സിറ്റുവേഷനിൽ ഹാർട്ട് പമ്പ്സ് അബൌട്ട് 5 liters ഓഫ് ബ്ലഡ് പെർ മിനിറ്റ്. ബട്ട് during exercise it could go up to 40 liters per minute. ബ്ലഡ് നമ്മുടെ ബോഡിയിൽ 5.5 liters and 5 liters, മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഞാൻ പറഞ്ഞത്. പെർ മിനിറ്റ് ഇറ്റ് കുഡ് പമ്പ് അപ് ടു 30 to 40 liters ഡ്യൂറിങ് മാക്സിമൽ എക്സസൈസ് ഇന്റൻസിറ്റീസ്. അപ്പൊ ഇത്രയൊക്കെ കപ്പാസിറ്റി ഉള്ള നമ്മളുടെ ലങ്സും നമ്മുടെ ഹാർട്ടും ഒക്കെ ഏത് ലെവലിലാണ് നമ്മളിപ്പോൾ അതിനെ യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഡെയിലി യൂസ് ബോഡി കൺസിഡേഴ്സ് ഇറ്റ് ആസ് എൻ അഡാപ്റ്റേഷൻ ടെക്നിക്. ഇപ്പൊ നമ്മുടെ ഡെയിലി യൂസിൽ നമ്മൾ അതിനങ്ങനത്തെ ഒരു ചലഞ്ച് നാച്ചുറലി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇടുക്കിയിലോ അങ്ങോട്ടോ ആ റീജിയനിലുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ കാർഡിയോവാസ്കുലർ ചലഞ്ച് ആൻഡ് ദേ ഗെയിൻ ദാറ്റ് ഹെൽത്ത്. പിന്നെ അവർ അതിനേക്കാൾ മുകളിലുള്ള റീജിയനിലേക്ക് പോയാലാണ് അവർക്ക് അതൊരു ട്രെയിനിങ് ആയിട്ട് ഒരു ചലഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. അതർവൈസ് ദേ ഹാവ് ഓൾറെഡി ഡെവലപ്ഡ് ദാറ്റ് സ്ട്രെങ്ത്. ഓക്കെ, പിന്നെ അവർ സെയിം ടെറൈനിൽ നടക്കുമ്പോൾ അവർക്ക് അത്രയും ട്രെയിനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അയാൾക്ക് അതിനേക്കാൾ ഉയരത്തിൽ കൊണ്ടുപോയി വീട് വെക്കണം. then he has to get trained for that sufficient height. Right? അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരു 14 days എന്ന് പറയാം ബോഡിക്ക് ഒരു അഡാപ്റ്റേഷൻ ടൈം. ഇതിലത്തെ ഏത് കമ്പോണന്റിന്റെ ഇംപ്രൂവ്മെന്റിനും, ഇപ്പോൾ മസ്കുലർ സ്ട്രെങ്ത് ആണെങ്കിലും എൻഡ്യൂറൻസ് ആണെങ്കിലും കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് ആണെങ്കിലും നമുക്ക് എപ്പോഴും ചേഞ്ച് കാണുന്നത് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഗോസ് അപ്പ് എവറി 14 days. നമുക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. വി കുഡ് ലിഫ്റ്റ് മോർ ഹെവിയർ ലോഡ്സ്. ഓക്കെ, ഇൻ 2 weeks time we could run more faster for more long duration in 2 weeks time. എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കും. നമ്മൾ 10K ഓടുമ്പോൾ ടയർഡ് ആയ നമ്മൾ we could go to 14K in 2 weeks time, 12K, 14K. ഓക്കെ, അപ്പൊ ആ ഇംപ്രൂവ്മെന്റ് വരുന്നത് ഒരു ഹോമോസ്റ്റാറ്റിക് ലെവൽ എന്ന് പറയും. നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ശരി, ഇത്രയും കാര്യങ്ങളത് ഇംപ്രൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ഓഫ് ടൈം ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു 2 weeks ടൈമിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാവുന്നത്. അപ്പൊ നമ്മൾ വളരെ ലോ ആക്ടിവിറ്റി ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിക്കും. സോ വി സ്പെൻഡ് മോർ കാലറീസ് പെർ ആക്ടിവിറ്റി ബിക്കോസ് നമ്മളെ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും എല്ലാം വളരെ ലോ ആയതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാലറീസ് വിൽ ബി ടു മച്ച്. But when you become efficient, when your muscles become efficient for the same activity, you spend less calories. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? You have to raise the level of activity. If you are lifting weights, you need to lift more weights. If you are jumping, you need to raise the height.
Okay, if you are running, you need to keep the treadmill ആണെങ്കിൽ you need to put it in incline and run faster. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനെയാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ അണ്ടർ പാർട്ട് ഓഫ് ട്രെയിനിങ്. ഇതില്ലാതെ നമ്മൾക്ക് ചിലർ പറയും എൻ്റെ ആക്ടിവിറ്റി എന്താണ്, ഞാൻ നടക്കാൻ പോകണമെന്ന് പറയും. ഈ യൂസ് ദ സെയിം ടെറൈൻ, സെയിം സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ഒരു റൗണ്ട് പോയിട്ട് സ്റ്റേഡിയത്തിന് ചുറ്റും നടക്കാൻ പോകുന്നവരുണ്ട്. There is no way they can improve. സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടി എത്തും സ്റ്റേഡിയത്തിന് ചുറ്റും. അല്ലെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ്, യു കനോട്ട് സ്പ്രിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ലെവലിൽ കൂട്ടും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഫോർ ഫ്യൂ ഡേയ്സ് കംപ്ലീറ്റ്ലി സെഡൻറ്ററി ആയിട്ടുള്ള ഒരാൾക്ക് നടക്കാൻ പോകുന്ന ഒരു എക്സസൈസ് ആയിരിക്കും, മേ ബി ഫോർ 4-5 ഡേയ്സ്. then he need to increase the level of his activity. അപ്പോൾ അടുത്ത കാര്യം പയ്യെ ജോഗ് ചെയ്യുക, ജോഗ് for 2 minutes and walk, അങ്ങനെ ഇന്റർവെൽ ആയിട്ട് ചെയ്യാം. what happens is when they try to jog, നമ്മളൊരു സ്കൂൾ ലെവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ഓടി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചാൻസ് ഉണ്ട് വണ്ടി ഓടിച്ചിരുന്നുകൊണ്ട് ഇടയ്ക്ക് അവസരം കിട്ടും. പക്ഷേ നമ്മൾ ഓടുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഈ ഓടിയ മതിയാവും എന്ന് പറയുന്ന പോലെ ഡോക്ടർ പറയും കുറച്ച് ഫാറ്റൊക്കെ കുറക്കണ്ട, ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറയും. then you are going to try running. അപ്പോഴായിരിക്കും ഓടി തുടങ്ങുമ്പോൾ മുട്ടിന് ചെറിയ because you don't have muscular strength. ഓക്കെ, എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ഇത് തന്നെ. എൻഡ്യൂറൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓടാൻ പറ്റും, കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ ഇതേ കാര്യം തന്നെ സംഭവിക്കും. അപ്പോൾ ഈ കമ്പോണൻസ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യണം. You need to have strength, you need to have endurance, you need to have cardiovascular endurance. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റിയിലും നമ്മൾ ഫ്ലെക്സിബിലിറ്റി ബാധിക്കും. നമ്മൾ താഴെ ഒരു സാധനം താഴെ എടുക്കണമെങ്കിൽ തന്നെ ലോവർ ബാക്ക് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ, യു കനോട്ട്. എടുക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ചിലപ്പം കാണാറുണ്ടാവും, എനിക്കുണ്ടാവുന്നുണ്ട്. Depends on how comfortable the back is. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഞാൻ ലോ ബാക്കിനെ പറഞ്ഞാണ്. ഇത് തന്നെ ചില ആൾക്കാർ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു കൊടുന്ന് ബാക്ക് സീറ്റിൽ നിന്ന് ബാഗ് എടുക്കാനായിട്ട് എന്ത് ചെയ്തു, ഷോൾഡർ ഇഞ്ചുറി. മെനി കേസസ് ബാക്ക് സീറ്റിൽ കുഞ്ഞിനെ തിരിഞ്ഞ് ബാക്ക് സീറ്റിൽ ഇരുന്ന കുഞ്ഞിനെ ഇങ്ങനെ ഒന്ന് പിടിക്കാൻ വേണ്ടി നോക്കി, ഷോൾഡർ റൊട്ടേറ്റർ ഇഞ്ചുറി. ബിക്കോസ് ഷോൾഡർ ഫ്ലെക്സിബിലിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും മസിൽ ടിഷ്യൂവിൻ്റെ സ്ട്രെങ്തിന് വേണ്ടി ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഫ്ലെക്സിബിലിറ്റി കുറയുന്നുണ്ട്. ഇനാക്ടിവിറ്റി കൊണ്ട് ഫ്ലെക്സിബിലിറ്റി കുറയുന്നുണ്ട്, ഓവർ യൂസ് കൊണ്ട് ഫ്ലെക്സിബിലിറ്റി കുറയുന്നുണ്ട്. നിങ്ങൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോ ദിസ് ആൻറ്റീരിയർ ഡെൽറ്റോയിഡ്, ഈ മസിൽ ഫ്ലെക്സ്ഡ് ആണ് ഓൾ ടൈം. ഓക്കെ, ആൻഡ് മസിൽസ് അറ്റ് ദ ബാക്ക്, ഇവിടെയുള്ള കുറച്ച് മസിൽസ് അത് വലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്. അപ്പോൾ ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറഞ്ഞു വന്നിട്ട് എത്ര സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും സിസ്റ്റം. അപ്പോൾ ഇതിന് ഒരു മസിൽ ടെൻഷൻ ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻറ്റീരിയർ ആൻറ്റീരിയർ ഫ്രണ്ടും ബാക്കും മസിൽസിലേക്കുള്ള സ്ട്രെങ്ത് ഇതെല്ലാം ചെയ്യണം. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമ്മളുടെ പാരൻസിൻ്റെയൊക്കെ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നു വെച്ചു. ഇതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ 2 കൈയിലും സഞ്ചിയായിട്ട് ഇങ്ങനെ പിടിച്ചു വരും. യൂസ് ബോത്ത് സൈഡ്സ്. പിന്നെ വെള്ളം കൊണ്ടുവരാനായിട്ട് കുളത്തിൽ നിന്ന് എടുക്കാനായിട്ട് പുള്ളിങ് ആക്ടിവിറ്റി, കിണറ്റിൽ നിന്ന് പുള്ളി വെച്ചത് എല്ലാം, തേങ്ങ കൂട്ടിയിടാനായിട്ട് പിറക്കി ഉണ്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിയും. നമുക്കിതൊന്നും ചെയ്യേണ്ടി വരുന്നേ ഇല്ല. നമ്മൾ ട്രോളി കൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഇതിലേക്ക് വെക്കുന്നു. മേ ബി 5 seconds നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. പലപ്പോഴും ഇപ്പോൾ ഈ ട്രപ്പീസിയസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര അണ്ടർഡെവലപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ആരും ഒരു സാധനം ഹാങ്ങിങ് ചുമന്ന് നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞു. ഡെൽറ്റോയിഡ് സ്ട്രെങ്ത്, ഷോൾഡർ മസിലിന്റെ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഇത്രയും ഇഷ്യൂസ്. ഭയങ്കര ഷോൾഡർ പെയിൻ കണ്ടമാനം, കൈ പൊക്കി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന എന്തെങ്കിലും അങ്ങനെ പറ്റാത്തതായിട്ടുള്ള കേസുകൾ കൂടി വരുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് ആസ് ഹ്യൂമൻ ബീയിങ്സ് നമ്മൾക്ക് ഉള്ള സ്ട്രെങ്ത്തും നമ്മൾ അവിടെ മസിൽ ഉണ്ട്, പക്ഷെ ഡിസ്യൂസ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് മാത്രം നമ്മൾ ഒരു പെയിൻ കണ്ടീഷനിലേക്ക് വരെയുണ്ട്. ആൻഡ് വെരി യങ് ഏജിലുള്ള ആൾക്കാർ, ലെസ് ദാൻ 40 years old, 35, 40 ഏജിലുള്ളവർക്ക് തന്നെ സർജറി സജസ്റ്റ് ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാവും. സോ മിനിമലായിട്ട് നിങ്ങൾ
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ട് 3 days you can cover all your body parts. അങ്ങനത്തെ ഒരു സ്പ്ലിറ്റ് വൈസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രെങ്ത് എൻഡ്യൂറൻസ് കവർ ചെയ്യാൻ പറ്റും. And then use that strength and endurance for an outdoor activity or leisure sports to develop your cardiovascular system. Okay. Flexibility. ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ജോയിന്റിന് അതിന്റെ കംപ്ലീറ്റ് ആക്റ്റീവ് റേഞ്ച് ഓഫ് മോഷനിൽ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫ്ലെക്സിബിലിറ്റി. ചിലർ ഷോൾഡർ ഇങ്ങനെ മൂവ് ചെയ്യാൻ ഫുള്ളായിട്ട് വരും, ചിലർ ഇങ്ങനെ വരും. ഓക്കെ, സർക്കുംഡക്ഷൻ, ഈ മൂവ്മെന്റ് പറഞ്ഞ സർക്കുംഡക്ഷൻ അത് ഫുള്ളായിട്ട് പറ്റില്ല. ചിലർ കാലിൽ ഇതിന്റെ റേഞ്ച് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഇല്ലാത്തവരുണ്ടാവും. കണ്ടിട്ടില്ല. ഇപ്പൊ മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരെ കൂടുതലാണ്. ഡാൻസേഴ്സ് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾക്കും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങിലൂടെ കുറെ ഫ്ലെക്സിബിലിറ്റി നമ്മൾക്ക് ആവശ്യത്തിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ ട്രെയിനിങ് ആക്ടിവിറ്റി ഷുഡ് ബി ഫോളോഡ് ബൈ എ സ്ട്രെച്ചിങ് ആക്ടിവിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ബോഡി കോമ്പോസിഷൻ. ഇത് നമ്മുടെ ബോഡിയിലത്തെ ഫാറ്റ് ആൻഡ് മസിൽ പെർസെൻറ്റേജ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലത്തെ എസെൻഷ്യൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ റിക്വയർഡ് ആയിട്ടുള്ള ഫാറ്റ് ഇസ് 2 to 5% for male and female is 10 to 13%. അതാണ് ഐഡിയൽ ഫാറ്റ് പെർസെൻറ്റേജ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റ് പെർസെൻറ്റേജ്. അങ്ങനെ ആരും ഇവിടെ ഫാറ്റ് പെർസെൻറ്റേജ് 10, he's 10, right? I'm 16. Male fat percentage is 2 to 5%. I'm a trainer. എനിക്ക് 16 ഉണ്ട് already. And usually what happens is നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് ഭയങ്കര സ്ട്രെയിൻ സെനാരിയോ ആണ്. അതായത് ഫീമെയിൽ ഫാറ്റ് പെർസെൻറ്റേജ് ഇസ് മോസ്റ്റ്ലി ഹയർ ദാൻ 40%. Okay, female body fat percentage. Doesn't matter how thin you are, how big you are, but the fat percentage is mostly അങ്ങനെ കാണും. And male fat percentage is higher than 25%, 30 to 34. അങ്ങനത്തെ ഒരു ട്രെൻഡിലാണ് നമ്മളുള്ളത്. This is what makes us നമ്മൾ പറയുന്നത് ഡിസീസസ് ഓഫ് സിവിലൈസേഷൻ. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ അസുഖങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് തരുന്ന ഒരു പ്രധാന സംഭവമാണ് ഈ സ്റ്റോറേജ് ഫോം ഓഫ് ഫാറ്റ് നമ്മുടെ ബോഡിയിലുള്ളത്. അതിൽ അവിടെ നിന്ന് പടരും, റൈറ്റ്, ബിക്കംസ് ഇൻഫ്ലമേഷൻ, ബിക്കംസ് കാർസിനോജൻ, എല്ലാ രോഗങ്ങൾക്കും തരാനുള്ള സംഭവം അതിൻ്റെ തന്നെ. That's the first thing I said. You should spend those calories. Should not allow the body to keep storing. Okay. അപ്പോൾ ഈ രോഗങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു പ്രധാന സംഭവമാണ് how your body is composed of muscle or fat. If you have muscle, your activity levels are high. You find it easier to do activities. If you have more of fat, it becomes harder for you to move around. And your body's natural ability is also diminished to spend calories. അപ്പോൾ മസിൽ ഇല്ലാതെ നമ്മൾക്ക് മൂവ്മെന്റ്, what makes movement possible? Muscle. Fat cannot make you move. Right. അപ്പോൾ അത് ഉപയോഗിക്കുക, അത് ഡെവലപ്പ് ചെയ്യുക. അവരുടെ ഏജ് ഓഫ് യു ക്യാൻ എല്ലാ ഏജിലുള്ള ആൾക്കാർക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാം. ബട്ട് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് ഡിഫറെൻറ്റ്. യങ് ആയിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ബിൽഡ് ചെയ്യാം. Females cannot develop as much as males. So the testosterone level and all. But generally a higher rate of strength is a difference. Not like bulk as males. അങ്ങനെ ബൾക്കിങ്ങിലല്ല ആക്ച്വലി കാര്യം. ഇറ്റ്സ് നോട്ട് വാട്ട് യു സീ, വാട്ട് ദ ബോഡി ഈസ് കമ്പോസ്ഡ് ഓഫ്. ബോഡിയിലുള്ളത് മസിലാണോ ഫാറ്റാണോ എന്നുള്ളതാണ് കാര്യം. If you see a thin person, but BMI, that's why BMI ഒരു BMI അറിയാലോ, ബോഡി മാസ് ഇൻഡെക്സ്. നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ട് ചിലപ്പോൾ 1% ഈസ് മേ ബി ഒബീസ്, ബട്ട് ഹിസ് മസിൽ പെർസെൻറ്റേജ് ഈസ് 50% ഓഫ് ഹിസ് ബോഡീസ് മസിൽ. That's great. We cannot, yeah, a BMI സ്കെയിലിൽ he may be obese, but അത്രയും അപ്പോൾ അയാളുടെ മെറ്റബോളിക് റേറ്റ് ഹയർ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ BMI ഒരു എക്സാക്ട് പ്രെഡിക്റ്റർ അല്ല നമ്മളുടെ മോർട്ടാലിറ്റി കേസിലോ അതിലും. അപ്പോൾ ബോഡി കോമ്പോസിഷനാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഒരാൾ വെയ് ചെയ്യുന്നു, അതാണ് പറഞ്ഞത് BMI. BMI യെക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ളത് എപ്പോഴും നോക്കേണ്ടത് നമ്മൾ ബോഡി കോമ്പോസിഷനാണ്. ഫാറ്റാണോ
മസിലാണ് ബോഡിയിലുള്ളത്. ആൻഡ് ദെൻ ട്രൈ ടു ഡെവലപ്പ്. ഇഫ് സംബഡി ലൂസസ് വെയിറ്റ്, എല്ലാവരും ചെയ്യാറുണ്ട് ഭയങ്കര ഡ്രാസ്റ്റിക് ഡയറ്റ് വെച്ചിട്ടുള്ള വെയിറ്റ് ലോസ് പരിപാടികൾ. റൈറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞോടെ നേരത്തെ പറഞ്ഞോടെ ആക്ടിവിറ്റി ലെവൽ കൂട്ടിയിട്ട് വി ക്യാൻ സ്പെൻഡ് കാലോറീസ് ആൻഡ് ബ്രിങ് എ നെഗറ്റീവ് എനർജി ബാലൻസ്. നമ്മൾ കഴിക്കുന്ന കാലോറിനേക്കാൾ കൂടുതൽ കാലോറി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാക്കാം. റൈറ്റ്, ബട്ട് someone decides to not to be active and reduce the calories they consume. അത് നമ്മൾ മോഡറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബട്ട് ഡ്രാസ്റ്റിക്കലി reduce the calories they consume. Let's say 500 calories ആണ് ഞാൻ കഴിക്കുന്നുള്ളൂ just to sustain life. What happens? Body will catabolize. ബോഡിക്ക് എളുപ്പം നിങ്ങളുടെ മസിൽ പ്രോട്ടീൻ എടുത്തിട്ട് എനർജി ആയിട്ട് യൂസ് ചെയ്താൽ doesn't consume the fat. In order for the body to consume fat, you have to have sufficient calories in your body and exercise. Fat store open ആവണമെങ്കിൽ തന്നെ നിങ്ങൾ ഒരു സെക്കൻ ഹാർട്ട് റേറ്റിൽ മുകളിലേക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഉയർന്ന് ആ വിധത്തിൽ ട്രെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫാറ്റ് സ്റ്റോർ ഓപ്പൺ ആയിട്ട് അത് ആ ആക്ടിവിറ്റിക്ക് വേണ്ടി ഫ്യൂവലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതർവൈസ് നമ്മൾ പട്ടിണി കിടന്നിട്ട് എക്സസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡെഫിനറ്റ്ലി ഹാവ് വെയിറ്റ് ലോസ് ആൻഡ് സഡൻ വെയിറ്റ് ലോസ് ബിക്കോസ് മസിൽസ് ആർ ഹെവിയർ ദാൻ ഫാറ്റ്. അപ്പോൾ നിങ്ങൾ പട്ടിണി കിടന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ യു ഡെഫിനറ്റ്ലി വിൽ ലൂസ് മസിൽസ്. പെട്ടെന്ന് സ്കെയിലിൽ കാണാൻ പറ്റും. 10 ദിവസം കൊണ്ട് 10 കിലോ 15 കിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പരിപാടികളിൽ പോകാതിരിക്കില്ല. ഡസ് നോട്ട് വർക്ക് ദാറ്റ് വേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു മേ ഹാവ് എ വെയിറ്റ് ലോസ്, ബട്ട് സിൻസ് യു ഹാവ് ലോസ്റ്റ് ദ മസിൽസ്, ബോഡി പിന്നെ സ്റ്റോറേജ് മോഡിലേക്ക് വീണ്ടും പോകും. ആൻഡ് ഇറ്റ് സ്റ്റോർസ് മോർ ഫാറ്റ്. ഓക്കെ, സ്റ്റോപ്സ് സ്പെൻഡിങ്, സ്റ്റാർട്ട്സ് ബൂസ്റ്റ്സ് സ്റ്റോറിങ്. അങ്ങനത്തെ ഒരു ഫേസിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഹൈ കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റുകൾ എപ്പോഴും നമ്മൾക്ക് ചെയ്യാവുന്ന എന്താണ്, വി ആർ ആക്റ്റീവ് പീപ്പിൾ, നമ്മൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല. സോ വി ക്യാൻ സ്റ്റാർട്ട് ബീയിങ് ആക്റ്റീവ് ആൻഡ് ഗിവ് മോഡറേറ്റ് ചലഞ്ചസ്, ഇൻക്രീസ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി, ഓക്കെ, ആൻഡ് see positive changes in the body composition. Right, I think